അല്ല എനിക്ക് ഡ്രസ്സ് തേക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അതിന് നിൽക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് തേച്ചിക്കണ കോല ഇത് നോക്കാൻ ചുളിവും കാര്യങ്ങളൊക്കെ. നിർത്തടാ, രാവിലെ തന്നെ തുടങ്ങിയ ജൈനെ നിൽക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലായിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് തേക്കാൻ അറിയില്ലാന്ന്. അപ്പോൾ പിന്നെ എന്തിനാ ജൈന് നിൽക്കണ്? എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ പോയി തേക്കടാ. ആ ഓൻ പോയി. ഇത് പേടിച്ചൊന്നും വേണ്ട കേട്ടോ, ഓനിങ്ങനെ ചൂടാവണോണ്ടിട്ട്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒരു ഡോസ് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിലേ ചിലപ്പോൾ എൻ്റെ തലയിൽ കയറി നിരങ്ങും. പിന്നെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടുമുണ്ടായിരിക്കൊന്നും വേണ്ട കേട്ടോ. വാ നമുക്ക് ചായ കുടിക്കാം. ഈ കുപ്പിത്തെ ഉപ്പ് മൊത്തം ഈ കറിക്ക് ഇട്ടിക്ക. എന്തോരു ഉപ്പ് അത്, ഇതെങ്ങനെ തിന്നണേ? നിർത്തടാ, കറി ഉണ്ടാക്കിയത് ഞാനാണ്. ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് ഓരോ കൂട്ടം പറയുന്നതിൻ്റെ ഇടയ്ക്കിടെ ഞാൻ കുറച്ച് ഉപ്പ് അറിയാതെ ഇട്ടുപോയി. ഞങ്ങൾ രണ്ടുള്ളപ്പോൾ അതിനുള്ള തിന്നത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇജ് വെറുതെ അതിൻ്റെ മെക്കിട്ടറാൻ നിൽക്കണ്. അനക്ക് പറ്റേച്ച് തിന്നാൽ മതി, ഇല്ലെങ്കിൽ ഇജ് കടയിൽ പോയി തിന്നളാ. ഇക്ക, നാളെ സൺഡേ അല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? കുറേ ദിവസമല്ലേ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരി. അല്ലടാ, ഈ ആഴ്ചയിൽ ബാക്കിയുള്ള എല്ലാ ദിവസവും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ അല്ലേ ജി ഓഫീസിൽ പോണതും ചായ കുടിക്കുന്നതും ഒക്കെ. പിന്നെ ഈ ഞായറാഴ്ച ദിവസം ഈ പെണ്ണിനെ കൊണ്ട് പുറത്തു പോയാൽ എന്താണ്? അണക്ക് എപ്പോഴും എൻ്റെ കൂട്ടുകാർ മാത്രം മതി. പക്ഷെ അണക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ ഈ പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓളെ കൂട്ടിയിട്ടും ഇടയ്ക്ക് ഇതേപോലെ പുറത്തൊക്കെ ഒന്ന് പോ, ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം പോവാതെ. ശരി, റെഡി ആവുക, നമുക്ക് തന്നെ പോവാം. ശരി.